ഹലോ, ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നമ്മുടെ എങ്ങനെ കേട്ടറ്റ് ഫസ്റ്റ് എക്സാം നിങ്ങൾ എങ്ങനെ പരിചയപ്പെടണം എന്നതിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അതിന് പോയിരിക്കുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും കയറിയിരിക്കും. ഇപ്പൊ തന്നെ എന്തായാലും ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ ഗ്രൂപ്പില് നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ യൂട്യൂബ് ക്ലാസ്സുകൾ ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ക്ലാസ് നേരിട്ട് ഓപ്പൺ ചെയ്യാതെ യൂട്യൂബിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുക. അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിൽ തന്നെ ഓപ്പൺ ലിങ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ വോയിസിൽ തന്നെ ക്ലാസ് കേൾക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് AI ഇനാബിൾഡ് ആയിട്ടുള്ള ഒരു വോയിസിൽ തന്നെയായിരിക്കും ക്ലാസ് കേൾക്കുക. അത് ശരിക്കും ചിലപ്പോ നിങ്ങൾക്ക് ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അത് കാരണം ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ ബാക്കി ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. അത് നമുക്ക് ഈ പാഠത്തിൽ തീർക്കാം കേട്ടോ. ഇന്നത്തോടു കൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ തരും. നാളെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് 115ാമത്തെ ചോദ്യം വരെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇതിലെ ലൈക്ക് ടെർണർ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം, അങ്ങനെ കുറച്ച് സിൻഡ്രോമുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഈ ക്ലാസ് തീരുമ്പോൾ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തീരുന്ന പക്ഷം ഞാൻ ക്ലാസ് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഡൗൺ സിൻഡ്രോം, ടെർണർ സിൻഡ്രോം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്ന മെന്റലിന്റെ പാഠത്തിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ്. അത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആക്റ്റീവായിട്ട് എനർജി ഉപയോഗിച്ച് ചെയ്യുന്ന ട്രാൻസ്പോർട്ടാണ്. എനർജി വേണം. അതിനെന്ത് വേണം? ATP സിന്തസിസ് ഉണ്ടാവുന്നുണ്ട്, ATP ആവശ്യമാണ്, മെമ്പറൈൻ പ്രോട്ടീൻ വേണം. ഇനി പിന്നെ എന്താണ് ഇതൊരു വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ. നോക്കൂ, ഓപ്ഷൻ നോക്കൂ. റിക്വയേഴ്സ് എനർജി, അത് ശരിയാണ്. അത് എനർജി ഉള്ള ഒരു പ്രോസസ്സാണ്. അത് കൂടാതെ റിക്വയേഴ്സ് മെംബ്രെയിൻ പ്രോട്ടീൻ ഇല്ലാതെ ഒന്നിനെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കടത്താനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് ഹൈലി സെലക്റ്റീവ് ആണ്. ഓക്കെ, ഹൈലി സെലക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ അതെ, എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹൈലി സെലക്റ്റീവ് ആണ്. ഇത് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് ആണ്, അല്ല, ഇതിന് അപ്ഹില്ലാണ്. ഇതൊരു അപ്ഹിൽ ട്രാൻസ്പോർട്ട് ആണ്. അപ്പോ ഇതില് തെറ്റായ ഓപ്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് എന്ന് കാണുന്ന ഓപ്ഷനാണ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫ്ലോയം ഫൈബർ. ഓക്കെ, ഏതാണ് ഇതിലെ ഫ്ലോയം ഫൈബർ അല്ലാത്തത്? ഈ ഹെമ്പ്, ഫ്ലാക്സ്, പിന്നെ ഇതില് 3 ഓപ്ഷന് ജ്യൂട്ട്. ഓക്കെ, ഹെമ്പ്, ഫ്ലാക്സ്, ജ്യൂട്ട്. ഇതിലെ ആൻസർ എന്ന് പറയുമ്പോ ഹെമ്പ്, കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഫ്ലോയം ഫൈബർ ആയിട്ട് വരുന്ന ഒരു ഭാഗമല്ല. ഹെമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഫ്ലാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ജ്യൂട്ട് ആയാലും നമുക്ക് എന്താണ് ആ സ്റ്റെമ്മിന്റെ പോർഷനാണ്. ഓക്കെ, സ്റ്റെം പോർഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോ നമ്മൾക്ക് ഫ്ലോയം ഫൈബർ കാണുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ പോലെ ഫ്ലാക്സ്, അതായത് പ്ലാന്റ് റീജിയനിലാണ്. കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോട്ടൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫ്ലവർ ആണ്, അല്ലെ? കോട്ടൺ നമുക്ക് പഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട് ആയിട്ട് ഉണ്ടാവുന്നതാണ്, അല്ലെ? അപ്പോ അപ്പോ ഫ്ലവർ വിരിഞ്ഞാണ് അതിന്റെ ഫ്രൂട്ട് ആവുന്നത്, അല്ലെ? അപ്പോ കോട്ടൺ എന്ന് പറയുന്നത് മാത്രം എന്തല്ല? ഫ്ലോയം ഫൈബർ അല്ല. ഹെമ്പ്, ഫ്ലാക്സ്, ജ്യൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെം പോർഷൻ ആണ്. Which one of the following is not a 4-carbon compound formed during the Krebs cycle? ഇത് നമ്മൾ Krebs cycle നമ്മൾ ഓൾറെഡി എക്സാമിന് പഠിച്ച പോർഷൻ ആണ്. ഞാൻ ഒരു ജസ്റ്റ് റിനി ടീച്ചർ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? റിനി ടീച്ചർ അപ്പുറത്തുണ്ടോ? ലൈക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടായാലും പറയൂ. റിനി ടീച്ചർ അപ്പുറത്തുണ്ടോ?
ക്ലാസ് കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണോന്ന് അറിയില്ല, എല്ലാ ദിവസം ജോയിൻ ചെയ്യുന്ന കുട്ടികളൊന്നും ഇന്ന് കാണുന്നില്ല. നിങ്ങൾ പരമാവധി ലൈവ് ക്ലാസ് മിസ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോ ഈ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? which one of the അപ്പൊ അത് which one of the following is not ഇനി അടുത്ത ചോദ്യം which one of the following is not used for അല്ലല്ല for ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫോർ കാർബൺ കോമ്പൗണ്ട് ഫോം ഡ്യൂറിംഗ് ദ ക്രെബ്സ് സൈക്കിൾ എന്നാണ് ചോദ്യം. നിങ്ങള് ക്രെബ്സ് സൈക്കിൾ നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുണ്ടല്ലോ. ക്രെബ്സ് സൈക്കിൾ എന്താണ്? സിട്രിക് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് സൈക്കിൾ ആണ്. ഇനി കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ആണ്. അപ്പോ അതിലുള്ള ഫോർ കാർബൺ കോമ്പൗണ്ടുകൾ ഏതാണ്? ഇതില് ഇറ്റ് നോട്ട് എ ഫോർ കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, ഇതില് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഇതിലെ ഫോർ കാർബൺ കോമ്പൗണ്ട് അല്ലാത്തത്. ഈ സിട്രിക് ആസിഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമുക്ക് ആ സർക്കുലർ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടതാണ് വരാനൊക്കെ. ക്ലാസ്സിൽ ലിങ്കിന് ആരെങ്കിലും കാണാതെ ആണെങ്കിലും ഒന്ന് വെച്ചിട്ട് നോക്ക് മക്കളെ. എന്താണ് സക്സനിക് ആസിഡ്, മാലിക് ആസിഡ്, ഫിമാലിക് ആസിഡ്, സിട്രിക് ആസിഡ്. ഇതില് ഈ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്സാലോ അസറ്റിക് ആസിഡും ഇനി അതേപോലെ തന്നെ ഓക്സാലോ അസറ്റിക് ആസിഡിന്റെ ഒപ്പം അസറ്റൈൽ കോയെ അല്ലെ, അസറ്റൈൽ കോയെ കൂടെ ചേരുമ്പോഴാണ് അസറ്റൈൽ കോയെ വിച്ച് ഇസ് എ 2 കാർബൺ ആൻഡ് ഓക്സാലോഅസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ പറഞ്ഞ സിട്രിക് ആസിഡ് ഉണ്ടാവുന്നത്. അപ്പൊ നാലും 2 എന്ന് പറയുമ്പോൾ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇതിൽ 4 കാർബൺ സക്സിനിക് ആസിഡ് ആവട്ടെ, മാലിക് ആസിഡ് ആവട്ടെ, ഫ്യൂമാനിക് ആസിഡ് ആവട്ടെ, ഇതൊക്കെ എന്ത് 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. One of the following is not used for the industrial production of acid. Okay, ഇതില് ആസിഡിന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കാത്ത ബാക്ടീരിയ ഏതാണ്? എന്നാണ് പറയണേ. ഇതില് ആൻസർ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസറ്റോബാക്ടർ അസറ്റി, അസറ്റിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നതാണ്. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ബ്യൂട്രിക് ആസിഡ് ഉണ്ടാക്കുന്നതാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അതൊരു ആസിഡ് അല്ല, അതൊരു ഒരു എന്താ പറയാ ഒരു ഒരു ന്യൂമോണിയ കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പോ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് തന്നെയാണ് അതിലെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി ന്യൂക്ലിയോസൈഡ് ഇൻക്ലൂഡ് ന്യൂക്ലിയോസൈഡ് ഏത് പാഠത്തിലാണ് നിങ്ങൾ പഠിക്കണത്? മോളിക്കുലർ ബയോളജിയിലാണ് പഠിക്കണത് അല്ലെ. എന്താണ് ന്യൂക്ലിയോസൈഡ്, എന്താണ് ന്യൂക്ലിയോടൈഡ് അല്ലെ. ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ബേസും ഷുഗറും ചേരുമ്പോഴാണ് ന്യൂക്ലിയോസൈഡ് ആവുന്നത് അല്ലെ. ഇനി അതിന്റെ കൂടെ ഫോസ്ഫേറ്റും കൂടി ചേരുമ്പോഴാണ് ന്യൂക്ലിയോടൈഡ് ആവുന്നത്. ഓക്കെ, അപ്പോ ഈ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? നമുക്ക് 2 നൈട്രജൻ ബേസുകൾ ഉണ്ട്, പ്യൂരിനും പിരിമിഡിനും. അപ്പൊ അതൊക്കെയാണ് നൈട്രജൻ ബേസുകൾ. അപ്പൊ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ.
Which one of the following is a bad disease? Bad disease, brown rust of wheat, black rot of crucifer, late blight of potato, red rot of sugar cane. ഇതെല്ലാം തന്നെ എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഡിസീസ്. Which one of the following is a bad disease? Bad disease എന്ന് പറയുമ്പോൾ ഈ ലൈറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ ആൻഡ് റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഒരേ ആൾക്കാരിൽ നിന്ന്. ലൈക്ക് I mean not the same organism. Light potato. Light blight of potato is caused by the oomycete. Oomycete pathogen എന്ന് പറയുമ്പോൾ this fungus like organism thrive. Okay. ഈ പറയുന്ന Phytophthora infestans ആണ്. Okay. അപ്പോ ഓക്കെ, ഈ പറഞ്ഞ Phytophthora infestans എല്ലാം ഇതേപോലെ തന്നെ റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ നമുക്ക് നോക്കാം. Red rot of sugar cane is also caused by fungus. Okay, ഇതെല്ലാം തന്നെ എന്താണ്, ഒരു ഫംഗൽ ഡിസീസുകളാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞ ലൈറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ ആവട്ടെ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, ഇതൊക്കെ ഒരു ഫംഗൽ ഡിസീസ് ആണ്. ഇത് അതേപോലെ തന്നെ ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റും എന്താണ്, ഒരു ഫംഗൽ ഡിസീസ് ആണ്. ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തല്ല, അതൊരു ഫംഗൽ ഡിസീസ് അല്ല. ഓക്കെ, ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫർ. കണ്ടോ, അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഓക്കെ, അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇതിനെ ബ്ലാക്ക് ഡിസീസ് എന്നാണ് പറയുന്നുണ്ടാവുക കേട്ടോ. അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, അതുകൊണ്ടാണ് അത് മാത്രം വേറിട്ട് നിൽക്കുന്നത്. അപ്പോ ഇതില് കോമൺ ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്, ലൈറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, ഇതൊരു ഫംഗൽ ഡിസീസ് ആണെന്ന് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, which domain involves visualizing and formulating experiments, designing instruments and machines, relating objects and concepts in new ways. ഇവിടെ നോട്ട് എന്താണ് ഇത്, ഇതില് നമുക്ക് വരുന്ന പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പെഡഗോജി ക്വസ്റ്റ്യൻസ് ഏകദേശം 150 ചോദ്യം വരെ ഉണ്ട് കേട്ടോ. അപ്പോ പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടൊരു ഭാഗമാണ്. നിങ്ങൾക്ക് ഈസിലി നിങ്ങൾ ഒന്ന് വായിച്ചെങ്കിൽ താഹിറ താഹിറ ടീച്ചറെ എത്ര നാളായി ഞാൻ കണ്ടിട്ട്, എന്നോ കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്, 2 ദിവസം. അതിനുശേഷം കണ്ടേ ഇല്ലല്ലോ, എവിടെ പോയി നിങ്ങളൊക്കെ? അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, താഹിറ ടീച്ചർ മിണ്ടുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും പഠിപ്പിക്കാം. Which domain involves visualizing and formulating experiments, designing instrument and machine, relating objects and concept in new way. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെഡഗോജിയിൽ വരുന്ന പല ഡൊമൈനുകൾ ഉണ്ട്. നമുക്ക് എഡ്യൂക്കേഷനില് ഡൊമൈനുകളെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോ അപ്ലിക്കേഷൻ ഡൊമൈൻ, ആറ്റിറ്റ്യൂഡിനൽ, ഏത് ഡൊമൈൻ ചോദിക്കണേ? വിഷ്വലൈസിങ് ആൻഡ് ഫോർമുലേറ്റ് എക്സ്പെരിമെന്റ്, ഡിസൈനിങ് instrument and machine, relating objects and concepts in new way. Okay, ഇതില് കുറച്ചും കൂടി പറഞ്ഞു വരുമ്പോ എന്താണ്,
വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, വിഷ്വലൈസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോ എന്തെന്നെയാണ്, നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യുന്നതല്ല അല്ലെ. അപ്പൊ പഠിച്ച കാര്യം ഒരു ടെക്നോളജിക്കൽ അപ്ലിക്കേഷൻ അല്ല. ഇനി ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ ഇതിൽ വരുന്നത് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ആണ്. ഓക്കെ, നമ്മൾ വിഷ്വലൈസ് അതുമായിട്ട് വെച്ച് കണക്ട് ചെയ്ത് നിങ്ങളെ ആൻസർ ചെയ്യാൻ നോക്കുക. ആറ്റിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളോ വല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെയാണ് ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ വരിക. ഇംഗ്ലീഷ് എന്ന സബ്ജക്ട്സിൽ വരുമ്പോ എന്താണ്, ഒരു ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പലതിനും കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈൻ. ഇനി അപ്ലിക്കേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് അപ്ലിക്കേഷൻ ഡൊമൈൻ. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ഇത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് creativity domain ആണ്. which domain involves the visualizing and formatting experiment, designing instruments and machine, relating objects and concepts in new way. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ആണ് കേട്ടോ. which among the following will come under the principle of curriculum construction. ഓക്കെ, ഒരു കരിക്കുലം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പൾ, which of the following is not അല്ലേ, which among the following will come under the principle of curriculum construction ആണ്. ഇതില് എല്ലാം ഇല്ല. ഓക്കെ, ഇതില് അപ്പോ ഏതാണ്ട് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ കരിക്കുലം കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്, പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ഓക്കെ, ഒരു കരിക്കുലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ഡിസിപ്ലിൻ, പ്ലാനിങ്, കോപ്പറേഷൻ, ഇതൊക്കെ കുറെ കൂടി റിലേറ്റഡ് ആണ് അല്ലെ. നമ്മൾ അറേഞ്ച് ചെയ്ത് ചെയ്യണം, നമുക്ക് അത്രത്തോളം ഡിസിപ്ലിൻ വേണം, കോപ്പറേഷൻ വേണം. ഇതൊക്കെ ഒരു ടെക്സ്റ്റ്, ഒരു കരിക്കുലം ഉണ്ടാക്കുന്നതിൽ എന്തിനാണ് ഒരു ഡിസിപ്ലിൻ ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്, കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അല്ലെ. നമുക്കൊരു കുട്ടികൾക്ക് അപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. അപ്പോ ഈ കരിക്കുലം ഉണ്ടാക്കുന്നതിൽ എല്ലാവരും അച്ചടക്കത്തോട് കൂടിയിരിക്കണം, അല്ലെങ്കിൽ കോപ്പറേഷൻ. ഇത് കോപ്പറേഷൻ ഒക്കെ വേണ്ടത് ഉണ്ടാക്കുന്നവർ തമ്മിലല്ലേ. അല്ലാതെ ഒരു കരിക്കുലത്തില് ഒരിക്കലും അതില് പ്രിൻസിപ്പിൾ ആയിട്ട് വരില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി, ദ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് ആരാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ ആരാണ് പറഞ്ഞത്, ഇത് ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്, അതൊരു പ്രൊജക്റ്റ് ആണ്. എന്താണ്, അതൊരു പ്രൊജക്റ്റ് ആണ് കേട്ടോ. ഇനി വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസ്. ഓക്കെ, ഇതിലെ എന്താണ് പെഡഗോജിക്കൽ അനാലിസിസിന്റെ ഭാഗം അല്ലാത്തത്. അപ്പോ എന്താണ് ഇതിൽ പെഡഗോജിയായി ബന്ധപ്പെട്ട് വരാത്തത്, എ കണ്ടന്റ് അനാലിസിസ്, കരിക്കുലം ഡിസൈനിങ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്, ലേണിംഗ് എക്സ്പെരിമെന്റ്സ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ റെമഡിയൽ ടെസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഒരു പരീക്ഷ നടത്തിയതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇതില് ഡയഗ്നോസ്റ്റിക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ലൈക്ക് നമ്മള് പെഡഗോജി, പഠിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ്. പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എടുക്കണം. എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എത്രത്തോളം നമ്മൾ വീണ്ടും ശരിയാക്കി ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, അപ്പോ കണ്ടന്റ് അനാലിസിസ് വേണം, ലേണിംഗ് എക്സ്പീരിയൻസ് വേണം. പെഡഗോജിയുമായി ബന്ധപ്പെട്ട് വരുന്നത് പെഡഗോജി എന്ന് പറയുന്നത് ടീച്ചിങ് ആർട്ടാണ്. ഓക്കെ, അവിടെ ടീച്ചിങ് ആർട്ടില് കരിക്കുലം ഡിസൈനിങ് അത് ചെയ്യുന്നത് വേറൊരു ഭാഗങ്ങളാണ്. ഓക്കെ, കരിക്കുലം ഡിസൈനിങ് ഒരിക്കലും ഇതിന്റെ ഭാഗമായിട്ട് വരില്ല. ഓക്കെ, 124 ബി ആവാനാണ്. ഓക്കെ, 124 ബി ആണ് കേട്ടോ.
കരിക്കുലം ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡഗോജി അനാലിസിസിൽ വരില്ല. IT at school was formed in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125B ആണ്. ഓക്കെ, അതൊരു ഇയർ ആണ്, അത് അതേപടി പഠിച്ചിരിക്കുക. 2005 ഹു ഡെവലപ്ഡ് ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷന്റെ കണ്ടുപിടിച്ചത് ആരാണ്? മെറ്റ് കോർമാക് ആൻഡ് യാഗർ. ആളുടെ ഒരു ടാക്സോണമി തന്നെ പഠിക്കാൻ നമുക്ക് ഉണ്ട് കേട്ടോ. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ 5 ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് NCF 2005. ഇനി ഇതിലെ NCF 2005 ഭാഗമായിട്ട് ലൈക്ക് പറയുന്നത് കണക്ടിങ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടോ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടോ ഒന്നും വലിയ കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികൾക്ക് സ്കൂളിന്റെ ഉള്ളിൽ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു അറിവ് വേണം, സ്കൂളിന്റെ പുറത്ത് എങ്ങനെ ആയിരിക്കണം എന്നൊരു അറിവ് വേണം, അത് തമ്മിലൊരു ബന്ധം വേണം എന്ന് പറയുന്നതാണ് NCF 2005. എന്താണ് NCF 2005 എന്നറിയാലോ? നാഷണൽ കരിക്കുലം ഓഫ് ഫ്രെയിംവർക്ക് ആണ് NCF 2005 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് who is considered as the father of cognitive constructivism? ആരാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വൈഗോസ്കി ആണ് അല്ലെ? നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. വൈഗോസ്കി ആണ്. 128C ആണ്. വൈഗോസ്കി അല്ല, പിയാഷെ ആണ്. ഓക്കെ, പിയാഷെ ആണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. An approach of curriculum organization where a continuous and unbroken learning of the subject matter through various levels of education is ensured. Okay. An approach, അതായത് പലതരത്തിലുള്ള അപ്രോച്ച് നമ്മൾ ഈ പെഡഗോജി ആ ഭാഗത്ത് പഠിക്കുന്നുണ്ട്. An approach of curriculum organization where a continuous and unbroken learning of the subject matter through various levels of education is ensured. Okay. ഇത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? എന്ത് അപ്രോച്ചാണ്? കരിക്കുലർ വേറെ കണ്ടിന്യൂസ് ആൻഡ് അൺബ്രോക്കൺ ലേണിംഗ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ ത്രൂ വേരിയസ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. അൺബ്രോക്കൺ ലേണിംഗ് ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു പഠനമാണ്. ഓക്കെ, ഇതിൽ വരുന്നത് സ്പൈറൽ അപ്രോച്ച് ആണ്. ഓക്കെ, സ്പൈറൽ അപ്രോച്ച് ആണ്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും, കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഞാൻ പെഡഗോജി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും എടുക്കുന്നുണ്ടായിരിക്കും, പെഡഗോജിക്കൽ പോർഷൻ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് സ്പൈറൽ അപ്രോച്ച്, ട്രോപ്പിക്കൽ അപ്രോച്ച് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ. സ്പൈറൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ബന്ധപ്പെട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, 4ാം ക്ലാസ്സിൽ പഠിച്ചത് ഒന്നും കൂടി 5ാം ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം പഠിക്കണം എന്ന കഥയാണ് സ്പൈറൽ അപ്രോച്ചിൽ വരുന്നത്. ഇനി the main function of the NCERT is an extension work with the state education department centering around the improvement of. Okay, NCERTയുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, നമ്മൾക്ക് NCERTയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ഒരു PGയോ UGയോ ഒന്നല്ല പഠിപ്പിക്കണേ കൂടുതലുമായിട്ട്. ഓക്കെ, NCERT ഡീൽസ് വിത്ത് ദ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇത് നല്ലോണം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ദ ഇയർ ഇൻ വിച്ച് NCERT വാസ് പബ്ലിഷ്. ഇത് നിങ്ങൾ ഓൾറെഡി സൈക്കോളജിയിലൊക്കെ പഠിച്ചു പോകുന്നതാണ്. പെഡഗോജിയിലാണ് ഇത് കൂടുതൽ പഠിക്കുക. NCERT പബ്ലിഷ് ചെയ്യുന്നത് ഇയർ ഇൻ വിച്ച് NCERT വാസ് പബ്ലിഷ് 131B ആണ് ആൻസർ വരുന്നത് കേട്ടോ. അതിക്ക് ഇയർ ഇത് കറക്റ്റ് അതേപടി പഠിക്കുക. 1961 NCERT. ഓക്കെ, നാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ്. ഓക്കെ, ഇതാണ് NCERT. National Council of Educational Research and Training. Okay, National Council of Educational Research and Training ആണ് ഇതിന്റെ NCERT എന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. An integrated process skill in science. Okay, process skill ഇതിൽ ഏതാ വരുന്നത്? Process skill എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 132B ആണ്. പ്രോസസ്സും പ്രൊഡക്റ്റും. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അത് എന്താണ്? എക്സ്പെരിമെന്റിങ്. ഓക്കെ, അതാണ് പ്രോസസ് സ്കിൽ.
ഇനി പ്രോസസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വേറെ സ്കില്ലുണ്ട്. അപ്പോൾ അതിന് വേറെ ഒരുപാട് സ്കില്ലുകളുണ്ട്, വേറെ കുറെ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പ്രോസസ് സ്കില്ല് ഏതാണ്, പ്രൊഡക്റ്റ് സ്കില്ല് ഏതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സ്പെരിമെന്റിങ് ഒരു പ്രോസസ് സ്കില്ലാണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ പെഡഗോജി എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പ്രോസസ് സ്കില്ല് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റിങ് ആണ്. Among the following statements, which one comes under the 4 pillars of education? ഇതില് 4 pillar of education ലേണിംഗ് ടു ആഡ്, ലേണിംഗ് ടു ഏൺ, ലേണിംഗ് ടു തിങ്ക്, ഇതൊന്നും 4 pillar അല്ല. ലേണിംഗ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഒരു 4 pillar of education വരുന്നത്. വിച്ച് ഏജൻസി പബ്ലിഷ്ഡ് NCF 2005? NCF 2005 പബ്ലിഷ് ചെയ്തത് 134 ഡി ആണ്. NCERT ആണ് NCF ഉണ്ടാക്കിയത്. One among the following is not in the 6 different validity of good science curriculum. As envisaged by the NCF 2005. ഇതില് cognitive validity, okay, cognitive validity ഇതിലെ ചോദ്യം എന്താണ്? ഇറ്റ്സ് നോട്ട്, ഇതിലില്ലാതെ വരുന്നത് കൊഗ്നിറ്റീവ്, ബുദ്ധിപരമായ കാര്യങ്ങൾ വേണം. കണ്ടന്റ് വാലിഡിറ്റി, കണ്ടന്റ് ഉണ്ടായിരിക്കണം. പ്രോസസ്സ് അത് ചെയ്യാനായിട്ടുള്ള ഒരു രീതി ഉണ്ട്, പ്രോസസ് വാലിഡിറ്റി. പക്ഷെ കൺസെപ്റ്റ് വാലിഡിറ്റി അതുമായി ബന്ധപ്പെട്ട് വരില്ല. ഓക്കെ, കൺസെപ്റ്റ് വാലിഡിറ്റി. Science, a process approach of SAPA is an outcome of. Okay, a process approach of SAPA is an outcome of 136 ആണ്. എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് ദ സയൻസ്. ജേണലുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്രോസസ് അപ്രോച്ച് ഓഫ് അത് സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞു വരുന്ന ഒരു സെന്റർ ആണ്. ശരിക്കും ഞാൻ കുറച്ചും കൂടിയും ഭയങ്കര ടിപ്പിക്കൽ ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു ചോദ്യം. 136 ചോദ്യം വരുന്നത് വെർസറ്റൈൽ ICT ഇനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ്. നമ്മള് കുട്ടികളുടെ ICT, അതായത് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ചാനൽ എന്താണ്? എന്റർടൈൻമെന്റ്, ഗെയിം ചാനൽ, സയൻസ് ചാനൽ. ഇതിന്റെ ആൻസർ വരുന്നത് എഡ്യൂട്ടൈൻമെന്റ്, എന്റർടൈൻമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. edutainment. Edutainment science blends education with entertainment using gaming, virtual reality, interactive media. Okay, it means edutainment science. Okay. അപ്പോൾ versatile ICT enabled resource ഫോർ സ്റ്റുഡന്റ് അതെല്ലായിട്ട് എല്ലാം ബന്ധപ്പെട്ട് വരുന്നത് എഡ്യൂട്ടൈൻമെന്റ് ചാനലിലാണ്. അക്കോർഡിംഗ് ടു McConaughey and Yager's taxonomy, collection and compilation of data comes under. അത് ഏതിലാണ് വരിക എന്നാണ് ചോദ്യം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓക്കെ, കളക്ഷനും കോമ്പൈലേഷൻ ഓഫ് ഡാറ്റ വരുന്നത് പ്രോസസ് ഡൊമൈനിലാണ്. ഓക്കെ, കളക്ഷനും കോമ്പൈലേഷൻ ഓഫ് ഡാറ്റ കംസ് അണ്ടർ ദ പ്രോസസ്. കളക്ഷനും കളക്ട് ചെയ്യുക അത് ഒരുമിച്ച് കൂട്ടുക വരുന്നത് പ്രോസസ് ഡൊമൈനിലാണ്. which is not a part of curriculum. കരിക്കുലത്തിന്റെ ഭാഗമല്ലാത്തത് എന്താണ്? ഇവാലുവേഷൻ, ലേണിംഗ് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ എത്തിക്സ്. അതൊരു കരിക്കുലത്തിന്റെ ഭാഗമല്ല. 139 C ആണ്. ഓക്കെ, സിലബസ്. സ്കിൽസ് എസെൻഷ്യൽ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സയന്റിഫിക് ഇൻഫോർമേഷൻ.
അതായത് സയന്റിഫിക് ഇൻഫർമേഷൻ വേണ്ട സ്കില്ലുകൾ എന്താണ്? കമ്പ്യൂട്ടർ സ്കിൽ, പ്രോസസ് സ്കിൽ, ലൈഫ് സ്കിൽ, സോഷ്യൽ സ്കിൽ. സയന്റിഫിക് ഇൻഫർമേഷൻ പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് ലൈക്ക് അതിലൊരിക്കലും ഒരു 140 ലൈക്ക് നമുക്ക് ലൈക്ക് സ്കിൽസ് എസെൻഷ്യൽ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സയന്റിഫിക് ഇൻഫർമേഷൻ. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് ലൈഫ് സ്കിൽ അത്യാവശ്യമായിരിക്കാം. ഇനി കമ്പ്യൂട്ടർ സ്കിൽ നല്ലതായിരിക്കും. ഇനി സോഷ്യലി ആയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ എന്താണ് ലൈക്ക് സോഷ്യൽ മേ ബി റിലേറ്റഡ് ആയിരിക്കാം. പ്രോസസ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതുമായിട്ട്, നമ്മൾ ചെയ്യുന്ന ഒരു പണിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സ്കിൽ എസെൻഷ്യൽ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സയന്റിഫിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ് സ്കില്ലാണ്. ഓക്കെ, ലൈഫ് സ്കിൽ നമ്മൾ ലൈഫ് അപ്രോച്ചിനും, സോഷ്യൽ സ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിക്കും, കമ്പ്യൂട്ടർ സ്കിൽ ടെക്നോളജിക്കാണ് കൂടുതൽ യൂസ്. ഇവിടെ സയന്റിഫിക് ഇൻഫോർമേഷനുകൾക്ക് വേണ്ടത് നമ്മൾ ഒരു കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, അതിന്റെ പ്രോസസ് സ്കില്ലുകളാണ്. മോഡ് ഓഫ് ഗ്രേഡിംഗ് വേർ ഗ്രേഡ്സ് ആർ ഗിവൺ ബേസ്ഡ് ഓൺ ദ പ്രീഡിറ്റർമൈൻഡ് കട്ട് ഓഫ് ലെവൽ. ഇനി ഗ്രേഡ്സ് എങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്? കട്ട് ഓഫ് ഓൾറെഡി വെച്ച് കൊടുക്കുന്നത് പറയുന്നത് ഗ്രേഡിങ്. അപ്പൊ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, 141 എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഫിലോസഫിയിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഫിലോസഫി. ഓക്കെ, ഫിലോസഫി. ഇനി അതേപോലെ തന്നെ ഫിലോസഫിയിൽ പഠിക്കാം. പിന്നെ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, പെഡഗോജിയിൽ നമുക്ക് പഠിക്കാം. നാച്ചുറൽ സയൻസ് പെഡഗോഗിയിൽ നമുക്കിത് കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഞാനൊരു 2 hours ക്ലാസ് ഞാനൊരു മാരത്തോൺ പോലെ ഞാൻ പെഡഗോജിക്ക് വേണ്ടി മാത്രം ഞാൻ വെക്കുന്നുണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഈ നാച്ചുറൽ സയൻസിന്റെ ടെക്സ്റ്റ് പഠിക്കുന്ന പോലെയല്ല. അതിന് എന്തായാലും ഒരു 10 മാർക്ക് ചോദ്യം ഉണ്ട്. ഓക്കെ, 10 മാർക്ക് ചോദ്യം ഉണ്ട്. ഇത്ര ലെവൽ ക്വസ്റ്റ്യൻ തൊട്ട് അത്ര വരെ പെഡഗോജി ആയിരിക്കും. അപ്പൊ പെഡഗോജി ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം മനസ്സിലാക്കി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ക്ലാസ് എന്തായാലും വെക്കുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതെ കയറണം. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ നേരത്തെ കൂട്ടി തന്നെ പറയാം. What give us a detailed account of subject content to be transacted and the skills, knowledge and attitude which are to be deliberately fostered together with the subject specific objective. ഓക്കെ, വലിയ ചോദ്യമാണ്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ ചില ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ എന്നെ കൊണ്ട് ഇത് ഡീലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് എന്തെങ്കിലുമൊക്കെ കുത്തി പോവാ. കാരണം നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ലൈക്ക് യു ഷുഡ് ഡു. നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ എന്താണ്, വാട്ട് ഗീവ് us a detailed account of the subject content to be transacted and the skills, knowledge and attitude which are to be deliberately fostered together with the subject specific objective. Curriculum, objective, principle, syllabus. ഇത് വെള്ളം കുടിക്കട്ടെ. ലിൻസി ടീച്ചറും ജസിൻ ടീച്ചറൊക്കെ ക്ലാസ്സിൽ കയറിയല്ലോ. എന്താ കയറാൻ വൈകിയത്? നിങ്ങള് ഒരു 8 മണിയായിട്ടല്ലേ നിങ്ങൾ കയറിയുണ്ടാവുക? ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? അത് അപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവായേ? ബാക്കി വീട്ടിൽ കുറെ പണികൾ ഉണ്ടായോ? അങ്ങനെയുള്ള കാരണം കൊണ്ടാണോ? നിങ്ങൾ ക്ലാസ് തുടങ്ങിയപ്പോ ആരും ഉണ്ടായിരുന്നില്ല? ജസിൻ ടീച്ചറും ടീച്ചറും ഞാൻ കണ്ടില്ല. ഓക്കെ,
അപ്പോ ഇവിടെ ചോദ്യം ഒന്ന് നോക്കിയേ, ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് സബ്ജക്ട് നോളജ് ഉണ്ട്, ഇനി അതിൽ സ്കിൽ നോളജ് ആറ്റിറ്റ്യൂഡ് അതൊക്കെ വേണം. അപ്പോ സ്കില്ല് നോളജ് നമ്മുടെ സബ്ജക്റ്റും ഒക്കെ വേണം. പിന്നെ അതും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഡെലിബറേറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, സിലബസ് ആണ്. ഓക്കെ, സിലബസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സിലബസിലാണ് സബ്ജക്റ്റും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നോളജും ആറ്റിറ്റ്യൂഡും സ്കില്ലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടാണ് സിലബസ് ഉണ്ടാക്കുന്നത്. ഇനി വാട്ട് ഹെൽപ്സ് എ ടീച്ചർ ടു അഡോപ്റ്റ് എഫക്റ്റീവ് ഇൻസ്ട്രക്ഷൻ എയ്ഡ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. കറക്റ്റ് അപ്പൊ അതിനെന്താണ് ലൈക്ക് ഏതാണ് കറക്റ്റ് വേണ്ടത് എന്നറിയാനായിട്ട് ഇന്ന പാഠം പഠിപ്പിക്കുമ്പോൾ ഏത് ഇൻസ്ട്രക്ഷൻ എയ്ഡ് ആണ് ഒരു ടീച്ചർ ഉപയോഗിക്കേണ്ടത് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ടീച്ചിങ് ആർട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമില്ല. പെഡഗോജി എന്ന് പറഞ്ഞാല് എന്ത് ആർട്ട് ഓഫ് ടീച്ചിങ് ആണ്. പെഡഗോജിക് അനാലിസിസ് ആണ് ആൻസർ. Which situation is suitable for using the lecture method? Okay, lecture method ഏതാണ് ഉപയോഗപ്രദം? ലെക്ചർ മെത്തേഡ് എന്താണെന്ന് അറിയാലോ, പേര് പോലെ തന്നെ ഇപ്പൊ ലെക്ചർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു പരിപാടി. ഫോർ ഫോർമുലേറ്റിംഗ് എ ടെൻഡേറ്റീവ് സൊല്യൂഷൻ, ഫോർ ഗിവിംഗ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ടു സ്റ്റുഡൻസ്, ഫോർ ഗിവിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ്, ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ആൻഡ് സമ്മറൈസിംഗ് ലെസൺ. This situation is suitable for using the lecture method. ലെക്ചർ മെത്തേഡിന് ഏറ്റവും ആവശ്യം എന്താണ്? ഫോർ ഫോർമുലേറ്റഡ് ടെൻഡേറ്റീവ് സൊല്യൂഷൻ, ഗിവിംഗ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ടു സ്റ്റുഡൻസ് അല്ല, ഫോർ ഗിവിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ടു സ്റ്റുഡൻസ്, ഇൻട്രൊഡ്യൂസിംഗ് സമ്മറൈസിംഗ് ലെസൺ. അതല്ലേ 144D ആണ് വരുന്നത് കേട്ടാ. ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, പഠിപ്പിക്കല്ലേ. ഓക്കെ, എൻക്വയറി ബേസ്ഡ് ലേണിംഗ് അപ്രോച്ച് ബിഗിൻസ് വിത്ത് എൻക്വയറി ബേസ്ഡ്. അപ്പൊ എന്താണ്, നമ്മളൊരു ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ടു ആൻസർ. ഇതിനടുത്ത് എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൈനസ്തെറ്റിക് അപ്രോച്ച് ടു റീഡിങ്. ഓക്കെ, കൈനസ്തെറ്റിക് അപ്രോച്ച് ടു റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ട് കൈനസ്തെറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലൈക്ക് ബോഡി മൂവ്മെന്റോട് കൂടി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ലിസണിങ് ടു ലെക്ചർ ക്ലാസ് ഓൺ വൊക്കാബുലറി, റിസൈറ്റിംഗ് യൂസിംഗ് മോഡൽസ് ഓഫ് ലെറ്റേഴ്സ് ഫോം വേർഡ്, and visually identifying syllables on alphabet. Kinesthetic approach. ഹാൻഡ്സ് ഓൺ ലേണിംഗ് സ്റ്റൈൽ വേർ ഇൻഡിവിജ്വൽ ഗ്രാസ്പ്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ബോഡി മൂവ്മെന്റോട് കൂടിയ കാര്യങ്ങളാണ്. ഇവിടെ ബോഡി ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട് വരുന്നത് യൂസിങ് മോഡൽ ഓഫ് ലെറ്റർ ടു ഫോം വേർഡ്. ഓരോന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ പറക്കി വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫോം വേർഡ്. ഇതാണ് വരുന്നത് കേട്ടോ. ഇറ്റ് ഇസ് ദ അഡ്വൈസറി ബോഡി ഫോർ ദ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ഓൾ pertaining to teacher education. Advisory body for the central state government on all pertaining to teacher education. ടീച്ചർ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ്. അതപ്പോ SCRT ആണ് കേട്ടോ. ഓക്കെ, 147 SCRT അല്ല, NCTE ആണ്. ഓക്കെ, NCTE ആണ് ആൻസർ വരുന്നത്. ഇനി ടെക്സ്റ്റ് വിച്ച് മെഷേഴ്സ് ദ പീപ്പിൾ അറ്റൈൻമെന്റ് ആൻഡ് പ്രോഗ്രഷൻ ഇൻ എ
specific subject or topic over a set period of time. Test which measure people attainment and progression in a specific subject or topic. ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ എന്താണ് നമ്മളിങ്ങനെ ലൈക്ക് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എക്സാം എടുക്കുന്നതാണ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. ഓക്കെ, അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് ഒരു എക്സാം നടത്തിയിട്ട് പിന്നെ വീണ്ടും അവർ അത് പഠിച്ചോന്ന് പറയുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കെടുക്കണ യൂണിറ്റ് ടെസ്റ്റ് പോലെ. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡാൽട്ടൺ മെത്തേഡ്? ഡാൽട്ടൺ മെത്തേഡിന്റെ അച്ഛൻ ആരാണ്? ഡാൽട്ടൺ മെത്തേഡിന്റെ അച്ഛൻ വരുന്നത് ഹെലൻ പാർക്കസ്റ്റ് ആണ്. ഡാൽട്ടൺ മെത്തേഡിനെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്നും അല്ല ഡാൽട്ടൺ മെത്തേഡിന് വേറെ പേര് പറയും. ഡാൽട്ടൺ മെത്തേഡ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് ഒക്കെയാണ് കേട്ടോ. ഹെലൻ പാർക്കസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. പ്രയോറിറ്റൈസിങ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, ഇൻഡിപെൻഡൻസ്, ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ട്രഡീഷണൽ ക്ലാസ്. It uses contract allow students to manage their own time when teacher acts as a facilitator. Okay, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. ഓക്കെ, പ്രിയോറിറ്റൈസിങ്, നമ്മൾ സ്വന്തമായി പഠിക്കുക, കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇതിൽ വരുന്നത്. സബ്ജക്ട് റൂം, ഹൗസ് എന്ന് പറഞ്ഞ ഒരു പേര് വന്നു കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി ഹൗസ് എന്നുള്ളൊരു പേര് വന്നു കഴിഞ്ഞാൽ അത് ഡാൽട്ടൺ മെത്തേഡ് ആണ് എന്ന് ഓർക്കണം. അപ്പൊ ഹെലൻ പാർക്കസ്റ്റ് ആണ് ആൻസർ. എ ടീച്ചിങ് ഔട്ട്ലൈൻ ഓഫ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് ലെസൺ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടു ബി പ്രസന്റഡ്. ഓക്കെ, അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ലെസൺ പ്ലാൻ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഏത് രീതിയിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നതാണ് ലെസൺ. ഓക്കെ, പ്രയർ ടൈം ആയിരുന്നു അല്ലെ? ഓക്കെ, സോറി കേട്ടോ. അപ്പോ ഇനി നമുക്ക് കുറച്ച് പാഠങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഒരു ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അതിന്റെ പാഠത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോ ഇതിലെ ഇങ്ങനെ ലൈക്ക് എല്ലായിടത്തും മെയിൻ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പോവാണ്. ഗ്രിഗർ ജോൺ മെൻഡല എന്നറിയാലോ, ഫാദർ ഓഫ് ജനറ്റിക്സ്. അദ്ദേഹം പൈസസത്യത്തിലാണ് സ്റ്റഡി നടത്തിയെന്ന് അറിയാം. ഇനി ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ജീനോടൈപ്പ് ഉള്ളിലുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ക്യാരക്ടർ, അദ്ദേഹം ഉപയോഗിച്ച ക്യാരക്ടറുകള് സ്റ്റെം ഹൈറ്റ്, ഫ്ലവർ കളർ, സീഡ് ഷേപ്പ്, പോട്ട് കളർ, പോട്ട് ഷേപ്പ്. ഇതിലെ ഡോമിനന്റും റെസിസീവും ക്യാരക്ടറുകൾ എന്താണെന്ന് അറിഞ്ഞു വെച്ചേക്ക്. കാരണം സ്മോൾ ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് ഡ്വാർഫ് ആണെന്നും അത് റെസിസീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി ആൻസറിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ലോ എന്ന് പറയുന്നത് മെൻഡേലിയൻ ലോ. ഇപ്പൊ ലൈക്ക്
മെന്റലിയൻ ലോ വരുന്നത് ആദ്യത്തെ ലോ ഓഫ് ഡോമിനൻസ് ആണ്. ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്നത് ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടർ കുറച്ച് യൂണിറ്റുകളാണ്, അതിന് ഫാക്ടേഴ്സ് എന്നാണ് പറയാ. ഫാക്ടറുകൾ പെയറായിട്ടാണ് കാണുക, അത് ലോ ഓഫ് ഡോമിനൻസ് ആണ്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് അല്ലെങ്കിൽ പെയർ നടക്കുമ്പോ ലൈക്ക് പാരന്റ്സിൽ നിന്ന് പോകുമ്പോ സെഗ്രിഗേറ്റ് സെപ്പറേറ്റ് ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് അല്ലെങ്കിൽ പെയറുകള് ഒരു ഫാക്ടർ മാത്രമേ ഗാമേറ്റിന്റെ ഒരു പാരന്റിൽ നിന്ന് ഗാമേറ്റ് ഫ്യൂഷൻ നടത്തുന്ന സമയത്ത് ഒരു ഫാക്ടർ മാത്രമേ ഗാമറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളൂ. അതായത് ക്യാപിറ്റൽ ടി ഒരു ടി മാത്രം പോകുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസറുകൾ വരുന്നത് നോക്ക്. ഇതിന്റെ ലൈക്ക് റേഷ്യോ പഠിച്ചേക്കണം. അപ്പോ ഈ ലോയർ സെഗ്രിഗേഷൻ മോണോഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ് ഫിനോട്ടിപ്പിക് റേഷ്യോ. ദെൻ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2:1 ആണ്. ഡൈഹൈബ്രിഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പെയറുകൾ എടുക്കും. ഇതില് law of independent assortment എന്ന് പറയുമ്പോൾ this law states that in the inheritance of 2 pair of contrasting character, the factor of each pair of character segregate independently of the factor segregate independently of the factor of the other pair of characteristics. അതായത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈക്ക് 2 പെയർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദ ഫാക്ടർ ഓഫ് ഈച്ച് പെയർ ഓഫ് ക്യാരക്ടർ സെഗ്രിഗേറ്റ്, അതായത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഗാമേറ്റുകളിലേക്ക് പോകും എന്നാണ് പറയുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പൊ 1:2:1 3:1 ഓർത്തിരിക്കുക. ലൈക്ക് പിന്നെ ഇതിൽ ഓർത്തിരിക്കേണ്ടത് മോണോഹൈബ്രിഡ് ക്രോസിൽ ഇവിടെ ചെയ്യുന്നത് F1 ഹൈബ്രിഡും ഒരു പാരന്റ് ആണ്. അത് ചിലപ്പോ F1 ഹൈബ്രിഡും ഒരു പാരന്റും, അതായത് ഡോമിനന്റ് ആവും റിസസീവ് ആവും. അപ്പോ മോണോഹൈബ്രിഡ് ബാക്ക് ക്രോസിന്റെ ലൈക്ക് റേഷ്യോ വരുന്നത് 1:1 ആണ്. ടെസ്റ്റ് ക്രോസിന്റെ റേഷ്യോ വരുന്നത് 1:1 തന്നെയാണ്. പക്ഷെ ടെസ്റ്റ് ക്രോസ് ഒരു കാര്യം ഓർത്തിരിക്കണം, ടെസ്റ്റ് ക്രോസ് F1 ഹൈബ്രിഡ് റിസസീവ് പാരന്റ് ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. എന്തുകൊണ്ട് മെന്റലി പി സെലക്ട് ചെയ്തു, അത് നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് അദ്ദേഹം എടുത്തേക്കുന്ന പെയർ, അദ്ദേഹം എടുത്തേക്കുന്ന ചെടി, ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതായത് ആദ്യത്തെ കിട്ടിയ F1 ഹൈബ്രിഡ് എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. ആദ്യത്തെ ക്രോസ് ചെയ്ത് കിട്ടുന്ന കുട്ടീനെ പറയുന്നതാണ് F1 ഹൈബ്രിഡ്. ആ F1 ഹൈബ്രിഡിന് 2 അച്ഛന്റെ അമ്മയുടെ സ്വഭാവം, പക്ഷെ മെന്റലി പറഞ്ഞത് എന്താണ്, ഡോമിനന്റ് മാത്രം കിട്ടുള്ളൂ എന്നാണ്. അതാണ് ലോ ഓഫ് ഡോമിനൻസ്. പക്ഷെ ഈ മെന്റലിൽ നിന്ന് വ്യത്യസ്തമായി പോയ, മെന്റലി ഫെയിലിയർ ആവാനായിട്ട് കാരണം അഥവാ മെന്റലി അനുസരിക്കാതെ പോയതാണ്. ഓക്കെ, അതിലൊന്നാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസില് F1 ഹൈബ്രിഡിന് അച്ഛന്റെ അമ്മയുടെ സ്വഭാവം കിട്ടി. ഓക്കെ, ഒന്ന് മാത്രല്ല 2 കിട്ടി. അല്ല, അച്ഛന്റെയും അച്ഛന്റെയോ അമ്മയുടെയോ ആണ് കിട്ടുക, ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കിട്ടുക. ഇത് പക്ഷെ എന്താ ഉണ്ടായേ, അച്ഛനല്ല അമ്മയല്ല, അതിന്റെ ഇടയിലുള്ളൊരു ക്യാരക്ടർ കിട്ടി. അതാണ് F1 ഹൈബ്രിഡ് പറയുന്നത്, എന്ത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നത്. അദ്ദേഹം ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ചെയ്യാനായിട്ട് എടുത്ത ലൈക്ക് എക്സാമ്പിളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാലും, ഒന്ന് സ്നാപ് ഡ്രാഗൺ, ഓക്കെ, ആന്റിറിനിയം മാജിക്, സ്നാപ് ഡ്രാഗൺ എന്ന് പഠിച്ചാൽ മതി. പിന്നെ ഒന്ന് മിറാബിലിസ് ജലാപ്പ, അതിൽ അതേപടി പഠിക്കും. നമ്മുടെ 4 മണിപ്പൂ, ഓക്കെ, 4 മണിപ്പൂ 10 മണിപ്പൂ എന്നൊക്കെ പറയണില്ലേ, അതാവൻ തന്നെ. മിറാബിലിസ് ജലാപ്പ അതിൽ വെച്ചിട്ട് പഠിച്ചപ്പോ ഇയാള് റെഡും വൈറ്റും ആണ് എടുത്തതെന്ന് ഓർക്കണം. റെഡും വൈറ്റ് എടുത്തപ്പോ ക്രോസ് ചെയ്തപ്പോ കിട്ടി ചെടി ഏതാ, പിങ്ക് കിട്ടി. ഓക്കെ, അപ്പോ ഏതാണ് ഇതിൽ ഉപയോഗിച്ചത്, മിറാബിലിസ് ജലാപ്പ. 4 മണിച്ചെടിയും പിന്നെ സ്നാപ് ഡ്രാഗൺ ആണ് ഇദ്ദേഹം ഉപയോഗിച്ചത് കേട്ടാ. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ റേഷ്യോകൾ, ഒന്ന് ഓർത്തിരിക്കുക. മൾട്ടിപ്പിൾ അല്ലെലിസം ആൻഡ് കോഡോമിനൻസ്. മൾട്ടിപ്പിൾ അല്ലെലിസം ആൻഡ് കോഡോമിനൻസിൽ വരുന്നത് എന്താണ്, മൾട്ടിപ്പിൾ അല്ലെലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ മോർ ദാൻ എ പെയർ ഓഫ് അല്ലീൽ കൺട്രോൾ എ സിംഗിൾ ക്യാരക്ടർ.
അതായത് ഒരു പെയർ ഒന്നിലധികം ക്യാരക്ടറുകളെ, ഓക്കെ, കണ്ടീഷൻ വിച്ച് മോർ ദാൻ എ പെയർ ഓഫ് അല്ലീൽ, ഒന്നിൽ കൂടുതൽ അല്ലീലുകൾ ഒരൊറ്റ ക്യാരക്ടറെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയും മൾട്ടിപ്പിൾ അല്ലീലിസം. ഇനി കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ഇൻഹെറിറ്റൻസ് ഇൻ വിച്ച് ബോത്ത് അല്ലീൽ ഓഫ് എ ജീൻ ആർ എക്സ്പ്രസ്. രണ്ടും ഒന്നിൽ തന്നെ കാണിക്കാം. ഇതിന് എക്സാമ്പിൾ കാണുന്നത് എബിഒ ബ്ലഡ് ഗ്രൂപ്പ് ആണ് കേട്ടോ. മൾട്ടിപ്പിൾ അല്ലീലിസം എബിഒ ബ്ലഡ് ഗ്രൂപ്പ്. എബിഒ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് ജീൻ ഐ ആണ്. ഓക്കെ, ജീൻ ഐ ആണ്. ഈ മൾട്ടിപ്പിൾ അല്ലീലിസം കാണിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാ വെച്ചാൽ എ ബി ആണ്. അതിൽ ഐ എ, ഐ ബി ഉണ്ട്, ഐ ഉണ്ട്. ഓക്കെ, അപ്പോ മൾട്ടിപ്പിൾ അല്ലീലിസത്തിന് എക്സാമ്പിൾ എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്, എ ബിഒ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. കോഡോമിനൻസ് കാണിക്കുന്നതും എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് ഓർക്കാം കേട്ടോ. ഇനി ഇതൊരു 1 മാർക്കിൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ മൾട്ടിപ്പിൾ എഫക്ട് ഓഫ് ജീനിനെ പറയുന്നതാണ് പ്ലിയോട്രോപ്പി എന്നാണ് പറയാ. അതായത് സിംഗിൾ ജീൻ, അതായത് ചില അസുഖങ്ങൾക്ക് ഒരുപാട് ഒറ്റ ജീനായിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ഒരുപാട് എഫക്ട് പുറത്തിട്ടുണ്ടാവും. ചിലപ്പോ ഒരു അസുഖത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പർട്ടിക്കുലർ ആയിട്ട് ഇപ്പൊ നമ്മുടെ ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്വാസവുമായി ബന്ധപ്പെട്ട് ഡിസീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരുപാട് അസുഖ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയും പ്ലിയോട്രോപ്പി. ഓക്കെ, മൾട്ടിപ്പിൾ എഫക്ട് ഓഫ് എ ജീൻ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്താണ്? ട്രേറ്റ്സ് ആർ ജനറലി കൺട്രോൾഡ് ബൈ 3 or more ജീൻ ആൻഡ് ആർ ദസ് കോൾഡ് പോളിജനിക് ട്രേറ്റ്. ട്രേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒന്നിലധികമോ ജീനുകളാണെന്നുണ്ടെങ്കിൽ പോളിജനിക് ട്രേറ്റ് എന്ന് പറയാം. ഇവിടെ ABC സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്നു. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അത് കണ്ടുപിടിച്ചത് ആരാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കണ്ടുപിടിച്ചത് സട്ടൺ ആൻഡ് ബോവറി ആണ്. അവരെവിടെയാണ് ഇത് ചെയ്തു നോക്കിയത്? സട്ടൺ ആൻഡ് ബോവറി അതല്ല, അതിന്റെ എക്സ്പെരിമെന്റ് ആണ് വരുന്നത്. മാജിക്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കണ്ടുപിടിച്ചത് ആരാണ്? സട്ടൺ ആൻഡ് ബോവറി ആണ്. ഓക്കെ, അത്രയും പഠിച്ചിരിക്കാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം ആൻഡ് ലേറ്റർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി അസോ ഡ്യൂറിംഗ് ദ മിയോസിസ്. ജീൻസ് ക്രോമസോമിലാണ് ഇരിക്കുന്നത്, അവരതിന് ശേഷം സെഗ്രിഗേറ്റ് ചെയ്യും ഇൻഡിപെൻഡന്റ്ലി അസോ ഡ്യൂറിംഗ് ദ മിയോസിസ്. ഗാമേറ്റ് ഫോർമേഷൻ സമയത്ത് അത് ഇന്ന ഗാമേറ്റിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് പോകും. അത് വേറൊന്നിനെ ബാധിക്കാതെ ഇൻഡിപെൻഡന്റ്ലി അസോർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ വരുന്നത് എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ഓഫ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. എക്സ്പെരിമെന്റലി വാലിഡേറ്റ് ചെയ്യുന്നത് അതിന് എന്താണ്? തോമസ് ഹണ്ട് മോർഗൻ ആണ്. ഓക്കെ, തോമസ് ഹണ്ട് മോർഗൻ ആണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്തത്. അദ്ദേഹം ചെയ്തത് ഏത് എക്സ്പെരിമെന്റ് ചെയ്തത്? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെന്റലി പ്രൂഫ് ചെയ്യാൻ ഉപയോഗിച്ച ഓർഗാനിസം എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡ്രോസോഫില മെലനോഗാസ്റ്റർ. എന്താണ്? ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ ജീൻ ദാറ്റ് ടു ഇൻഹെറിറ്റ് ടുഗദർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഓക്കെ, അതൊരു ജീന്റെ ടെൻഡൻസി ആണ്. അത് ഇൻഹെറിറ്റ് ചെയ്യാൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കൂടി ചേർന്ന് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നതാണ് ലിങ്കേജ്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ദ ജീൻ ടു സെപ്പറേറ്റ് ആൻഡ് കമ്പൈൻ ഇൻഡിപെൻഡന്റ്ലി ടു ഫോം നോൺ പാരന്റൽ ടൈപ്പ്. ഓക്കെ, റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജീൻ ടു സെപ്പറേറ്റ് ആൻഡ് ടു കമ്പൈൻ ഇൻഡിപെൻഡന്റ്ലി. പുതിയതായിട്ടുള്ള പാരന്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നോൺ പാരന്റൽ. പാരന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂട്ടത്തിൽ ഉണ്ടാക്കാനായിട്ടാണ് റീകോമ്പിനേഷൻസ് നോക്കുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ച് പഠിക്കേണ്ടത് XX കാണിക്കുന്നത് ഗ്രാസ് ഓപ്പർ ആണ്. ഇതിലെ XX ഡിറ്റർമിൻ ചെയ്യുന്നത് മെയിൽ തന്നെയാണ്. ZW ടൈപ്പ് എക്സാമ്പിൾ ബേർഡ്സ് ആണ്. ഇതിന്റെ XX ഡിറ്റർമിൻ ചെയ്യുന്നത് ഫീമെയിൽ ആണ്. XXXY എന്ന് പറയുന്നത് കാണിക്കുന്നത് ഹ്യൂമൻ ബീങ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആണ് എന്ന് മാത്രം
ഓർത്തിരിക്കണം കേട്ടാ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. നിങ്ങൾ ഇതെന്തായാലും കേട്ടിരിക്കുന്നത് നല്ല തന്നെയായിരിക്കും. ഓക്കെ, അപ്പോ ഇതിൽ എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ചേഞ്ചിനെ പറയുന്നതാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, പോയിന്റ്, ഫ്രെയിം ഷിഫ്റ്റ്. ഓക്കെ, ഒരു സിംഗിൾ ബേസ് പെയറിന് മാത്രം മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ പോയിന്റ്, എൻറ്റയർ സെഗ്മെന്റിന് മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം ഷിഫ്റ്റ് ആണ്. ഇനി പെഡിഗ്രി എന്താണ്? ഈ സൈൻ ഒന്ന് ഓർത്തിരുന്നേക്ക് കേട്ടാ. ഇത് ഈ സ്ക്വയർ മെയിൽ, വട്ടം ഫീമെയിൽ, ഇങ്ങനെ ഇത് സെക്സ് അൺസ്പെസിഫൈഡ്. ഇത് നിറം കൊടുത്തിട്ടുണ്ടെങ്കിൽ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. ഇതിന്റെ ഇടയിൽ ഒരൊറ്റ വരികയാണെന്നുണ്ടെങ്കിൽ മേറ്റിംഗ്, ഈ രണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ തമ്മിലുള്ള മീറ്റിംഗ്. ഇനി ഇതിൽ നിന്ന് ആൺകൊച്ച് പെൺകൊച്ച്, ഇനി അതിലത്തെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ടായി. ഇനി വരുന്നതാണ് അസുഖങ്ങൾ. ഓക്കെ, ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്സ് ലിങ്ക്ഡ് അഥവാ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. ഇവിടെ ഹീമോഫീലിയനെ വേറെ പേര് പറയുന്നതാണ് ഹീമോഫീലിയ റോയൽ ഡിസീസ് ആണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ഡിസീസ് ആണ്. കിങ് വിക്ടോറിയക്ക് ഈ അസുഖം വന്നുകൊണ്ടാണ് റോയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതൊരു എക്സ് ലിങ്ക്ഡ് ഡിസീസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവും. ബ്ലഡ് നമ്മളെ ഇപ്പൊ മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവേണ്ടതാണല്ലോ, അത് ഡിലേ ആക്കുന്ന പരിപാടിയാണ് ഹീമോഫീലിയ. ഇവിടെ ഹെട്രോസൈഗസ് ഫീമെയിൽ ഒരു കാരിയർ ആണ്. കൂടുതൽ ഈ പറഞ്ഞ പോലെ ആണുങ്ങളാണ് കൂടുതൽ അഫക്റ്റഡ് ആവുക. മോർ മെയിൽസ് ദാൻ ഫീമെയിൽസ് സഫർ ഫ്രം ദിസ് ഡിസോർഡർ. ഇനി കളർ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഞാനിത് പറഞ്ഞു പോകുന്നേന്നുള്ളൂ. ഇതിന്റെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കണം. ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റോയൽ ഡിസീസ് ആണ്. ഇനി അതാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് അസുഖം? അതായത് ബ്ലഡിലെ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, അത് കറക്റ്റ് ആയിട്ട് ഫൈബ്രിനോജൻ ഇവിടെ പ്രസന്റ് ആവാത്തൊരവസ്ഥ വരുത്തിക്കുകയാണ് ഇതിലെ ഫിസിയോളജി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഫൈബ്രിനോജന്റെ അളവ് കുറയും. ഓക്കെ, അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് ഒരു അവസ്ഥ തടയുന്ന ഒരവസ്ഥയാണ്. പൊതുവെ നമുക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ രക്തം പോകും, കുറച്ച് നേരം കഴിയുമ്പോൾ അത് രക്തം ഈ പറഞ്ഞ പോലെ കട്ട പിടിക്കല്ലോ, ആ കട്ട പിടിക്കുന്ന പരിപാടി ഉണ്ടാവില്ല. ഓക്കെ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഇവിടെ പ്രസന്റ് ആയിരിക്കില്ല. അതാണ് ഇതില് പറയുന്നത്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. ഹീമോഫീലിയം സെക്സ് ലിങ്ക്ഡ് ആണ്. അത് ലൈക്ക് കളർ ബ്ലൈൻഡ്നെസ്സും സെക്സ് ലിങ്ക്ഡ് ആണ്. രണ്ടും റെസസീവ് ഡിസോർഡർ ആണ്. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? റെഡും ഗ്രീനും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇതെന്തുകൊണ്ടാണ്? എക്സ് ക്രോമസോമിൽ ഏതോ ജീനും മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് മെയിൽസിനാണ് കൂടുതൽ അഫക്ട് ചെയ്യുക. ഇനി കളർ ബ്ലൈൻഡ്നെസ് കഴിഞ്ഞു. ഫീനൽ കീറ്റോൺയൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ്. ഓക്കെ, അതൊരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആയിട്ടൊരു ഡിസീസ് ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജനിക്കുമ്പോഴേ തന്നെയുള്ള ഒരു പ്രശ്നം വരികയാണ്. ഇവിടെ ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ് ആണ്. സെക്സ് ലിങ്ക്ഡ് അല്ല, എക്സും വൈയും ജീൻ കണക്റ്റഡ് അല്ല, ഓട്ടോസോംസ് ആണ്. 21 ബാക്കിയുള്ള ഈ നമുക്കറിയാലോ, നമുക്ക് 46 ക്രോമസോമുകൾ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 23 പേരാണ്. ഓക്കെ, 23 പേരിൽ 22 ആര് തരുന്നതാണ്? ഓട്ടോസോമുകളാണ്. ഓക്കെ, അതിലത്തെ ബാക്കി ഒരെണ്ണാണ് സെക്സ് ആയിട്ട് വരുന്നത്. അതിനെ ഈ ഓട്ടോസോംസിനെ ബാധിക്കുന്നതാണ് ഫീറ്റൽ കീറ്റോൺയൂറിയ. ഇവിടെ എന്താണ്? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ലാക്സ് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് ദ അമിനോ ആസിഡ് ഫീനൽ അലനിനെ ടൈറോസിൻ ആക്കി മാറ്റാനായിട്ടുള്ള ഒരു എൻസൈം ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോ ഫീനൈൽ അലനിൻ ടൈറോസിൻ ആയിട്ട് മാറാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീനൽ അലനിന്റെ അളവ് ബ്ലഡിൽ
കൂടും. എന്നിട്ട് അതെന്തായി മാറും? ഫീനൈൽ പൈറുവിക് ആസിഡായി മാറും. അപ്പോ അത് അത്ര നല്ലവനല്ല. അതിന്റെ ഈ ഫീനൈൽ പൈറുവിക് ആസിഡായി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ബുദ്ധിമാന്ദ്യം ഒക്കെ സംഭവിക്കും. ഓക്കെ, അതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇനി എന്താണ് സിക്കിൾ സെൽ അനീമിയ? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ ആണ്. എന്താണ് സിക്കിൾ സെൽ അനീമിയ? ഒരു ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ ആണ്. ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു റിസസീവ് ട്രേറ്റ് ആണ്. ഓട്ടോസോമായി ഇത് പറഞ്ഞ ഫീനൈൽകീറ്റോണുറിയ ആവട്ടെ, ഓട്ടോസോം സിക്കിൾ സെൽ അനീമിയ ആവട്ടെ, ഓട്ടോസോം ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോ ഇത് പാരന്റ് ടു ദ ഓഫ്സ്പ്രിങ് when both the partners are carrier. രണ്ടു പേർക്കും ചെറിയൊരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ കാരിയർ ആയാലാണ് ഇത് വരിക. ഓക്കെ, കൊച്ചിന് വരിക. ഈ ഡിസീസ് കൺട്രോൾ ചെയ്യുന്നത് സിംഗിൾ പെയർ ഓഫ് അല്ലിൽ HbA/HbS ആണ്. ഇവിടെ എന്താ സംഭവിക്കണേ? നമ്മൾ പഠിക്കുന്നുണ്ട് അരിവാൾ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിൾ ഷേപ്പ് ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ ഷേപ്പ് ബൈക്കോൺഡ്രോയിഡിൽ നിന്ന് അരിവാളായിട്ട് മാറും. അപ്പോൾ എന്താണ്? ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കൂടും, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അങ്ങനെ ബ്ലഡ് വെസലിലൊക്കെ ഇത് വന്ന് അടിഞ്ഞു കൂടും. ഈ അരിവാള് പോലെ ഇരിക്കുന്നത് പിന്നെ ലീഷേഴ്സ് ഉണ്ടാക്കും. ഈ അരിവാള് പോലെയുള്ള ഈ നമ്മുടെ ഹീമോഗ്ലോബിൻ ഈ ബ്ലഡ് വെസലിൽ ഇങ്ങനെ ഒരു മുറിവുണ്ടാകും. ഓക്കെ, അങ്ങനെയാണ് ഇത് സിക്കിൾ ഷേപ്ഡ് ആയി മാറുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഗ്ലൂട്ടാമിക് ആസിഡ് ആവേണ്ടതിന് പകരം വാലൈൻ ആയിട്ട് മാറും. ഓക്കെ, ഹീമോഗ്ലോബിന്റെ 6th പൊസിഷൻ ബീറ്റാ ചെയിനില് ഗ്ലൂട്ടാമിക് ആസിഡ് ആവി വരണതിന്റെ പകരം വാലിനായി വരും. ഇനി അടുത്തതാണ് തലാസീമിയ. തലാസീമിയ എന്ന് പറയുന്നത് ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസീസ് ആണ്. ഓട്ടോസോം ലിങ്ക്ഡ് തന്നെയാണ്. ഇവിടെ എന്താണ്? പാരന്റ് ഓഫ്സ്പ്രിങ് രണ്ടുപേരും കാരിയർ ആയാലാണ് പോവുക. ഇവിടെ മ്യൂട്ടേഷൻ എന്തിന് കാരണമാകും? മ്യൂട്ടേഷൻ കോസസ് ദ റെഡ്യൂസ് റേറ്റ് ഓഫ് ദ സിന്തസിസ് ഓഫ് ഗ്ലോബിൻ ചെയിൻ. അതായത് ബ്ലഡിനെ ബാധിക്കുന്ന അസുഖം തന്നെയാണ്. അതായത് ഹീമോഗ്ലോബിന്റെ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ് കുറയും. അങ്ങനെ ബ്ലഡ് ഉണ്ടാവാണ്ടാവും, അങ്ങനെ അനീമിക് ആവും. ഓക്കെ, ഇതാണ് അസുഖങ്ങൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ചെയ്യാനോ തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം വരും. ഓക്കെ, ഇനി എന്താണ് ക്രോമസോമൽ ഡിസോർഡർ? ക്രോമസോമൽ ഡിസോർഡർ കോസ് ചെയ്യാൻ കാരണം എന്താണ്? ആബ്സെൻസോ എക്സസോ അല്ലെങ്കിൽ അബ്നോർമൽ അറേഞ്ച്മെന്റോ ക്രോമസോമുകൾക്ക് ഉണ്ടായാൽ. ഈ അന്യൂപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രോമസോമുകൾ സെൽ ഡിവിഷൻ കഴിഞ്ഞ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാലാണ് അന്യൂപ്ലോയിഡ് ആവുക. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോം. ഒന്നില്ലെങ്കിൽ കൂടാം കുറയാം. ഇനി പോളിപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെയിലിയർ ഓഫ് സൈറ്റോകൈനീസിസ് ആഫ്റ്റർ ദ ടീലോഫേസ്. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനീസിസ് ആഫ്റ്റർ ദ ടീലോഫേസ് ആണ് കേട്ടോ. അപ്പോ ഹോൾ സെറ്റോ എല്ലാവർക്കും ഉണ്ടാവുന്ന ക്രോമസോമിനേക്കാൾ കുറച്ച് കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് പോളിപ്ലോയിഡി ആണ്. ഇനി ഡൗൺ സിൻഡ്രോം 47 ക്രോമസോം ആണ്. ഇതിന് ട്രൈസോമി 21 എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ സിംറ്റമുകളാണ്, ഓർത്തിരിക്കണം. ആൾക്കാർ ചെറുതാവും, ബുദ്ധിമാന്ദ്യം ഉണ്ടാവും, ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, പിന്നെ വാ പൊളിഞ്ഞിരിക്കുന്ന മൗത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ്, അങ്ങനെയുള്ളവരാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടാവുക. ഓക്കെ, ട്രൈസോമി 21 ആണ്. ഓക്കെ, 47 ക്രോമസോമുകളാണ് ഉണ്ടാവുക. ട്രൈസോമി 21, 45A+XXO, 45A+XO. ഇത് പഠിക്കണം. ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 ആണ്. ഇതിന്റെ കണ്ടീഷൻ 45A+XXO, 45A+XY ആണെന്ന് നോക്കണം. ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം 44A+XXY ആണ്. അഡീഷൻ ഓഫ് എൻ എക്സ് ക്രോമസോം, അതാണ് ക്ലൈൻഫെൽട്ടർ. അപ്പോൾ 47 ക്രോമസോം ആണ്. ഇവിടെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു മെയിലാണ് ഉണ്ടാവുക. വലിയ പൊക്കം ഉണ്ടാവും. ബ്രസ്റ്റ് ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഗൈനക്കോമസ്റ്റിയ എന്നാണ് ആ ഒരു അവസ്ഥയെ പറയാ. ബിയേർഡ് ഒക്കെ വളരെ വളരെ കുറയും. ഇനി ടർണർ സിൻഡ്രോം 47 എക്സ് ക്രോമസോം ആണ്. ഒരു എക്സ് ക്രോമസോമിന്റെ ഒരു ക്രോമസോമുകൾ കുറവ്, അതാണ് 44A+XO ആവും. ഫീമെയിൽ വന്ധ്യതയാണ്. പെണ്ണുങ്ങൾക്ക് വന്ധ്യത, കുട്ടികൾ ഉണ്ടാവില്ല, ഓവറി ചെറുതായിരിക്കും, കഴുത്ത് ഇങ്ങനെ ഇടുങ്ങിയതായിരിക്കും, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കുറവായിരിക്കും. സോ അതാണ് ഈ പാഠം.
അപ്പോ ഈ പാഠം അങ്ങനെ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ഭാഗങ്ങളാണ്. ഈ അവസാനത്തെ ഭാഗമൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് അതേ ഇമ്പോർട്ടൻസിൽ കൂടി നിങ്ങളൊന്ന് വായിക്കണം. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. എല്ലാവരും അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് തുടങ്ങണേ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കണം. ഓക്കെ, നമ്മൾ ഒരു ദിവസം പെഡഗോജിക്ക് ക്ലാസ് എടുക്കും. അതിന് നിങ്ങൾ എല്ലാവരും വേണ്ടി അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.